വേനൽ അവധിക്കാലം കഴിയാറായി. പ്ലാവിലൊക്കെ ചക്ക നിറഞ്ഞു കിടക്കുന്നു. അണ്ണാനും കിളികളും ഒക്കെ ചക്കയും മാങ്ങയും ആവോളം ഭക്ഷിക്കുന്നുണ്ട്. ചക്ക കൊണ്ട് സത്യത്തിൽ നമ്മൾ മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വയറു നിറയെ ഭക്ഷിക്കാവില്ലേ? നമ്മളും ചക്ക പഴമായിട്ടും വറുത്തും പുഴുക്കുണ്ടാക്കിയും എല്ലാം ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നല്ലേ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ ചക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒക്കെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്ന കൂട്ടത്തിൽ ഞാൻ അല്പം വെളിച്ചെണ്ണയും കൂടി ഇതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്, കലത്തിലൊന്നും പറ്റിപ്പിടിക്കാതെ ഇരിക്കാനാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു. ഇനി ഒരു അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം പകുതി വേവ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിലുള്ളതൊക്കെ മുകളിലേക്ക് മാറ്റി ഇതുപോലെ അടച്ച് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അരപ്പ് തയ്യാറാക്കാം. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇപ്പോൾ ചക്ക മുഴുവനായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കുഴിയൊക്കെ കുഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെയൊന്ന് നമുക്ക് അമർത്തി അടച്ച് വെച്ച് ഒന്നുകൂടെ ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കോലാണ്. പണ്ടൊക്കെ പഴമക്കാരെന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? നമ്മുടെ ഓലമടലിൻ്റെ ആ മടലെടുത്തിട്ട് ചെത്തി മിനുക്കി വെക്കും ചക്കയൊക്കെ ഇളക്കാനായിട്ട്. അന്ന് പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, വലിയ കലത്തിലാണ് ചക്കയൊക്കെ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് അതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ ഒരു തുടുപ്പൊക്കെ ഉണ്ടാക്കി വയ്ക്കും. ഇപ്പം നമ്മൾ മരത്തവിയോ, ഇതിപ്പോൾ ഞാൻ മരത്തവിയും കൊണ്ടാണ് ഒന്ന് ഇളക്കിയെടുക്കുന്നത്. നന്നായിട്ട് വെന്ത് ഇട്ടുണ്ട് നമ്മുടെ ചക്ക. ചിലർക്കൊക്കെ ഇതുപോലെ കുഴഞ്ഞിരിക്കുന്ന ചക്കയാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ചക്ക. ഒരു വാഴയിലേക്ക് എടുത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വാഴയിലേക്ക് ചക്ക വിളമ്പുന്ന സമയത്ത് ആ ചക്കയ്ക്കൊരു പ്രത്യേക മണമാണ് കേട്ടോ. കഴിക്കുമ്പോഴും അതിൻ്റേതായ ഒരു രുചി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചക്ക ഇങ്ങനെ അങ്ങോട്ട് വിളമ്പി വെച്ചിട്ട് ഇതിന് നടുവിലായിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാനാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ചക്ക കഴിച്ചിട്ട്, ചൂട് ചക്ക കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് അയ്യോ ഒന്നും പറയണ്ട. ഇനി ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിലോ. ഇത് പുളിയച്ചാറ്, കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ പുളിയച്ചാറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെളിച്ചെണ്ണയിൽ മുക്കി അച്ചാറിലേക്കൊന്ന് മുക്കി ഒന്ന് കഴിച്ച് നോക്കിക്കേട്ടെ, എന്തോരം സാധാണെന്നറിയാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.